നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ പുന്നപ്ര പറവൂർ ഭാഗത്ത് പുലിയെ കണ്ടതായി വീട്ടമ്മ. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 8-ാം വാർഡിൽ താജുദ്ദീന്റെ വീടിന്റെ പരിസരത്താണ് പുലിയെ കണ്ടത്. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെ വിഷയം ഏവരുടെയും ശ്രദ്ധ നേടുകയായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി കോളേജ് പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ വി അജിത് പ്രഭു ഉദ്ഘാടനം ചെയ്തു. SDPI സെക്രിയ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും വിവിധ മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. SNDP ബ്രാഞ്ച് നമ്പർ 3676 വാടക്കൽ പടിഞ്ഞാറ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടിയും വൃക്ഷത്തൈ വിതരണ ചടങ്ങിന്റെ ജില്ലാതല ഉദ്ഘാടന പരിപാടിയും സംഘടിപ്പിച്ചു. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആലപ്പുഴ ഡിവിഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നപ്ര പറവൂർ ഭാഗത്ത് പുലിയെ കണ്ടതായി വീട്ടമ്മ. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 8-ാം വാർഡിൽ താജുദ്ദീന്റെ വീടിന്റെ പരിസരത്താണ് പുലിയെ കണ്ടത്. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെ വിഷയം ഏവരുടെയും ശ്രദ്ധ നേടുകയായിരുന്നു. ഇപ്പോൾ എന്നാൽ ഇത് കാട്ടുപൂച്ചയാണെന്നാണ് അധികൃതരുടെ നിഗമനം. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. देवापी पूली पूली हाँ वाह पूली पूली. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 8-ാം വാർഡിൽ കോന്നോത്ത് താജുദ്ദീന്റെ വീടിന്റെ പരിസരത്താണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ പുലിയെ കണ്ടതായി പറയുന്നത്. താജുദ്ദീനും ഭാര്യയും മക്കളും തങ്ങളുടെ വീടിന് പുറത്തു നിൽക്കുമ്പോഴാണ് പുലി ഇവരുടെ വീടിന് മുന്നിലൂടെ നടന്നു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. പുലിയെ കണ്ടതോടെ ദൃശ്യങ്ങൾ മൊബൈലിലും വീട്ടുകാർ പകർത്തി. വിവരം സമൂഹ മാധ്യമത്തിലൂടെയും പങ്കുവച്ചു. ഇതോടെ ആയിരക്കണക്കിന് ആളുകളാണ് ദൃശ്യങ്ങൾ കണ്ടത്. വിവരം വനം വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിലും പെട്ടു. എന്നാൽ വീട്ടുകാർ കണ്ടത് പുലിയല്ല എന്നും മറിച്ച് കാട്ടുപൂച്ചയാണെന്നുമാണ് അധികൃതർ പറയുന്നത്. രാത്രികാലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ കാട്ടുപൂച്ചകൾ സഞ്ചരിക്കാറുള്ളതെന്നും വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അജിത് പ്രഭു വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ സംസ്കാരമായി മാറ്റേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രകൃതിയിലേക്കും അതുവഴി മറ്റ് ജീവജാലങ്ങളിലേക്കുമുള്ള മനുഷ്യന്റെ അമിത കടന്നുകയറ്റം കൊടിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് ചെങ്ങന്നൂർ കൊഴുവല്ലൂർ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ വി അജിത് പ്രഭു അഭിപ്രായപ്പെട്ടു. പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഭൂമിയെയും അതിലെ ജൈവവൈവിധ്യങ്ങളെയും സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ പ്രകൃതി സംരക്ഷണം എന്നത് നാം ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണെന്ന ബോധ്യമുണ്ടാവുകയും പ്രകൃതി സംരക്ഷണം നമ്മുടെ സംസ്കാരമാക്കി മാറ്റേണ്ട കാലം അതിക്രമിച്ചുവെന്നും ഡോക്ടർ അജിത് പ്രഭു കൂട്ടിച്ചേർത്തു. കോളേജ് സെക്രട്ടറി ജോസ് തോമസ്, ഡോക്ടർ M യോഗേഷ്, ഡോക്ടർ ടീന ജോസഫ്, ജൂബി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് മരുഭൂവൽക്കരണത്തെയും വരൾച്ചയെയും നേരിടുവാൻ ഭൂപ്രകൃതിയെ പുനഃസ്ഥാപിക്കുക എന്ന വിഷയത്തിൽ ഡോക്ടർ KY റനീഷ് ക്ലാസ് നയിച്ചു. SDPI സെക്രിയ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും വിവിധ മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. SDPI സെക്രിയ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വാർഡിലെ മുഴുവൻ കുട്ടികളെയും വിവിധ മേഖലകളിൽ തങ്ങളുടേതായ കഴിവ് തെളിയിച്ച കുട്ടികളെയും അനുമോദിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് സുനിൽ ഷെരീഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം SDPI ജില്ലാ ജനറൽ സെക്രട്ടറി M സാലിം ഉദ്ഘാടനം ചെയ്തു. വട്ടപ്പള്ളി ജാഫർ ജുമാ മസ്ജിദ് മഹൽ ജനറൽ സെക്രട്ടറി ഹാരിസ് സലീം കുട്ടികളെ അനുമോദിച്ചു. SDTU ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ജിനാസ്, ജില്ലാ PR ഇൻചാർജ് AG സൈഫുദ്ദീൻ, മണ്ഡലം ട്രഷറർ സുധീർ കല്ലുപാലം, മുനിസിപ്പൽ പ്രസിഡന്റ് അജ്മൽ അയ്യൂബ്, മുനിസിപ്പൽ സെക്രട്ടറി അനീഷ് വലിയകുളം, ബ്രാഞ്ച് സെക്രട്ടറി ഷിഹാബ് കുന്നുംപുറം, നൌഷാദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
SNDP ബ്രാഞ്ച് നമ്പർ 3676 വാടക്കൽ പടിഞ്ഞാറ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കലും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. SNDP ബ്രാഞ്ച് നമ്പർ 3676 വാടക്കൽ പടിഞ്ഞാറ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ പഠനോപകരണം ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികളെല്ലാം പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമായി നിങ്ങളെല്ലാവരും ഉയർന്നു വരുവാൻ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുക. ഈ 200 രൂപ വീടുള്ള ഈ ശാഖയിലെ പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റിക്കാർ നേരത്തെ പറഞ്ഞ ഭാരവാഹികൾ അല്ലേ, ഭാരവാഹികൾ. പക്ഷേ ഈ പിള്ളേരുടെ മുമ്പിൽ ഒരു വലിയ കാര്യങ്ങളുണ്ട്. ഈ പ്രോത്സാഹിപ്പിക്കുന്നത് മറ്റുള്ളവരെ കൈയടിക്കുക. സാറിന് ഈ കൈയടി കുറവാണ്. നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ശാഖായോഗം ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ശാഖായോഗം പ്രസിഡന്റ് P ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ ഉപാധ്യക്ഷൻ B രഘുനാഥ് പഠനോപകരണ വിതരണം നടത്തി. യോഗം ഡയറക്ടർ ബോർഡ് അംഗം AK രംഗരാജൻ, യൂണിയൻ കൗൺസിലർ VR വിദ്യാധരൻ എന്നിവർ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. P അജിത്, PK സോമൻ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശാഖായോഗം സെക്രട്ടറി PK അജികുമാർ സ്വാഗതവും ശാഖാ ഉപാധ്യക്ഷൻ KS രാജീവൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടിയും വൃക്ഷത്തൈ വിതരണ ചടങ്ങിന്റെ ജില്ലാതല ഉദ്ഘാടന പരിപാടിയും സംഘടിപ്പിച്ചു. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആലപ്പുഴ ഡിവിഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടിയും വൃക്ഷത്തൈ വിതരണ ചടങ്ങിന്റെ ജില്ലാതല ഉദ്ഘാടന പരിപാടിയും സംഘടിപ്പിച്ചു. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആലപ്പുഴ ഡിവിഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചേർത്തല SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് SSA റിട്ടയർഡ് പ്രോജക്ട് ഡയറക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഫെൻ ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PK രാജേഷ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ പ്രസന്നകുമാർ, കർത്ത, അനിൽ വെമ്പള്ളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ മധുസൂദനൻ സ്വാഗതവും PS ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ പുന്നപ്ര പറവൂർ ഭാഗത്ത് പുലിയെ കണ്ടതായി വീട്ടമ്മ. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 8-ാം വാർഡിൽ താജുദ്ദീന്റെ വീടിന്റെ പരിസരത്താണ് പുലിയെ കണ്ടത്. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെ വിഷയം ഏവരുടെയും ശ്രദ്ധ നേടുകയായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി കോളേജ് പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ V അജിത് പ്രഭു ഉദ്ഘാടനം ചെയ്തു. SDPI സെക്രിയ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും വിവിധ മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. SNDP ബ്രാഞ്ച് നമ്പർ 3676 വാടക്കൽ പടിഞ്ഞാറ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടിയും വൃക്ഷത്തൈ വിതരണ ചടങ്ങിന്റെ ജില്ലാതല ഉദ്ഘാടന പരിപാടിയും സംഘടിപ്പിച്ചു. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആലപ്പുഴ ഡിവിഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.